ഹായ് ഡിയേഴ്സ്. ദിസ് വാസ് അവർ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു 2-3 ക്ലാസ്സസ് നമ്മൾ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ എങ്ങനെ എമേർജ് ചെയ്തു, അതേപോലെ ആ എമേർജ് ചെയ്യാനുള്ള കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റത്തെ 2-3 ക്ലാസ്സസ് എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു ഫസ്റ്റ് 2 വീക്സ് എങ്ങനെ പോയാലും എമർജൻസ് ഓഫ് സോഷ്യോളജി, അതേപോലെ നേച്ചർ ഓഫ് സോഷ്യോളജി, സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അതേപോലെ കമ്പാരിസൺ വിത്ത് അതർ ഡിസിപ്ലിൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും ലൈറ്റായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ക്ലാസ് എടുക്കാൻ കാരണം ഈ ഒരു 2 വീക്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. NCERT +1 +2 ടെക്സ്റ്റ് നിങ്ങൾ കവർ ചെയ്യുക, നല്ല രീതിയിൽ വായിക്കുക, അത് മനസ്സിലാക്കുക, അതിൽ കോൺസെപ്റ്റ്സ് പഠിക്കുക. സോ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് ഇടുന്നുണ്ടാവും, നിങ്ങൾക്ക് വായിക്കാനുള്ള റീഡിങ് മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് സംഭവങ്ങൾ, സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് അയക്കുന്നുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടാവും. അത് ആൻസർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇപ്പോൾ പ്രിലിംസിൻ്റെ ഒരു 3 to 4 months മുൻപെങ്കിലും നമ്മൾ നമ്മുടെ ഓപ്ഷണൽ സെറ്റാക്കി വയ്ക്കണം. ഓപ്ഷണൽ മാത്രമല്ല, നമ്മുടെ മെയിൻ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്താലേ നമുക്ക് പ്രിലിംസിന് ആ ഒരു 4 months പ്രിലിംസിന് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാനും, അതിനുശേഷം പ്രിലിംസ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അറൗണ്ട് 90 days ഒക്കെ കഷ്ടിച്ച് കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. മെയിൻസിന് നമുക്കറിയാം ആൻസർ റൈറ്റിംഗ് അത്രയും പക്കയായിരിക്കണം. അപ്പം അങ്ങനെ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പ്രാക്ടീസ് ചെയ്യണം. സോ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിന് പഠിച്ചു തുടങ്ങുക. ഫസ്റ്റ് ഫോക്കസ് മെയിൻസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഡെയിലി ആൻസർ റൈറ്റിംഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ഡെയിലി ടാർഗറ്റ് ഇടുകയാണെങ്കിൽ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കണം, ഡെയിലി CSAT ചെയ്യണം, ഡെയിലി ഒരു GS സബ്ജക്റ്റ് കവർ ചെയ്യണം, 1 or 2. അത് നിങ്ങളുടെ ഇതനുസരിച്ച് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസ് കേൾക്കുക, അത് നോട്ട്സ് എഴുതുക. ആ ഒരു അടുത്ത ഭാഗം അന്ന് തന്നെ പഠിച്ചു തീർന്ന ആ ഒരു GSൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു എന്നായി. അതേപോലെ തന്നെ ഓപ്ഷണൽ ഒരു 2 hours എങ്കിലും ഓപ്ഷണലിൽ ഡെയിലി കൊടുക്കുക. ഓൾസോ ആൻസർ റൈറ്റിങ്ങിന് ടൈം കൊടുക്കുക. ക്വസ്റ്റ്യൻസ്, പുതിയ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുക, PYQs എടുക്കുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യാം. സോ ഡെയിലി GS പേപ്പേഴ്സ് ആൻസർ റൈറ്റിംഗ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓപ്ഷണലും മിനിമം 1 question എങ്കിലും ഡെയിലി ഒരു ആൻസർ റൈറ്റിംഗ് ചെയ്യുക. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ടോപ്പിക്ക് എടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന PYQ എഴുതി നോക്കുക എങ്ങനെ വരും. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ, എന്ത് കാര്യം, ഇപ്പോൾ ക്ലാസ് കേട്ടതിൽ എന്തെങ്കിലും ഡൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച, ഞാനിപ്പോൾ അഡീഷണൽ മെറ്റീരിയൽസോ റീഡിങ് മെറ്റീരിയലൊക്കെ തന്നത് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ പുറത്തുനിന്ന് വായിക്കാൻ പറഞ്ഞു, അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇപ്പോൾ NCERT തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ പല കോൺസെപ്റ്റ്സും ക്ലാരിറ്റി വരണമെന്നില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഓൺലൈനിൽ ഉണ്ടാവും. ഇനി ഇല്ലെങ്കിലും ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിന് റിപ്ലൈ തരും. ഏത് ഭാഗമാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ എന്ത് ഡൗട്ട് വന്നാലും അപ്പം ചോദിക്കുക. എന്താണ് നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി വന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ അത് പറയുക, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. സോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ്. അതേപോലെ തന്നെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടേതായൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ തരുന്ന നോട്ടോ ലെക്ചർ സ്ലൈഡ്സോ അല്ല നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്ക് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഒരു വായിച്ച് മനസ്സിലാക്കി നിങ്ങളൊരു സമ്മറി എഴുതി വയ്ക്കുക ആ ഒരു ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം നിങ്ങൾ പഠിച്ചിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ നോട്ട്സ് എപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടായിരിക്കണം എഴുതി വെക്കേണ്ടത്. അതേപോലെ തന്നെ ഓപ്ഷണലിൽ നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് കരുതുക. അത് പേപ്പർ 1നും പേപ്പർ 2നും പറ്റുമെങ്കിൽ രണ്ട് ബുക്കാക്കി വെച്ചോളൂ. നമുക്ക് കുറച്ചും കൂടെ എളുപ്പം അതാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ ക്ലാസ് നോട്ട്സ് എഴുതുക. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ
ഞാൻ അഡീഷണലി ക്ലാസ്സിൻ്റെ ഇടയിലൂടെ ചിലപ്പോൾ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് അത് കണ്ടുപിടിച്ച് എഴുതാൻ പറയും. അത് ചെയ്യുക. അത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഉപകാരപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്തൊരു ടെക്നിക്ക് ആണ്, നമ്മളൊരു സംഭവം പഠിക്കുമ്പോൾ അതിൽ പുതിയ വേർഡ്സ് കാണും, അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമ്മളത് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത് നമ്മുടെ മൈൻഡിൽ നിൽക്കും. സോ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ അത് എടുത്തു പോകേണ്ട കാര്യമായിരിക്കില്ല, പക്ഷെ നിങ്ങളോട് അത് എക്സ്ട്രാ റീഡിങ്ങിൽ ഞാൻ പറയും, അത് കണ്ടുപിടിക്കുക, അത് ചെയ്യാം. പിന്നെ ഞാൻ എന്ത് വർക്ക് പറഞ്ഞാലും അത് ചെയ്യാൻ നോക്കുക. അത് നമ്മുടെ ഇപ്പോൾ ഈ നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ വർക്ക്സിനായിട്ട് സ്ഥലം ഇടാം. ഡെയിലി ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ പുതിയ ഒരു 5 വേർഡ്സ് എങ്കിലും ടേംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അത് പഠിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടിപ്പോൾ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി, ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ പറയും, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പറയും. ഞാൻ അത് എടുക്കുന്നത് എങ്ങനെ ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായി എന്നുള്ളതായിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ പോയിട്ട് ഞാൻ നിങ്ങളോട് പറയും ഫ്രഞ്ച് റവല്യൂഷൻ എന്താ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണെന്ന് പോയി കണ്ടുപിടിച്ചിട്ട് വരാൻ പറയും, ഡാർക്ക് ഏജ് എന്താണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതെന്താണ്, അതിൻ്റെ ഹിസ്റ്ററി അതെന്താണെന്നുള്ളത് പോയി വായിച്ചിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. Let's move to the political and social background for the emergence of sociology. സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു 19-ാം നൂറ്റാണ്ടിലാണ് സോഷ്യോളജി ഒരു ഡിസിപ്ലിനായിട്ട് ഉൾത്തിരിഞ്ഞു വരുന്നത്. അതിന് കാരണമായിട്ടുള്ളത് നമുക്കറിയാം, നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന അഗസ്റ്റ് കോംറ്റെ ആണ്. നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. ഫസ്റ്റ് അദ്ദേഹം സോഷ്യോളജിയെ സോഷ്യൽ ഫിസിക്സ് എന്നാണ് പേരിട്ടത്, പിന്നീടാണ് സോഷ്യോളജി ആയിട്ട് മാറിയത്. അദ്ദേഹം യൂറോപ്പിൽ ഫ്രാൻസിലായിരുന്നു ജീവിച്ചിരുന്നത്. സോ ഫ്രാൻസിലെ ആ ഒരു സമയത്തെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ് ആണ് ഈ ഒരു സോഷ്യോളജിയുടെ ബർത്തിന് കാരണമായത്. കാരണം ആ ഒരു സമയത്താണ് ഈ റവല്യൂഷൻസും ഈ ഐഡിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ യൂറോപ്പിൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആയാലും ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായ സോഷ്യോ പൊളിറ്റിക്കൽ റീസൺസിൽ നമ്മൾ മെയിൻലി പറയുന്ന കാര്യങ്ങളാണ് ഈ റിനൈസൻസ്, അതേപോലെ എൻലൈറ്റ്മെൻറ്റ്, ഫ്രഞ്ച് റവല്യൂഷൻ, സയൻറ്റിഫിക് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതിൽ ഈ സോഷ്യോളജിയെ നമ്മൾ പറയുന്നത് തന്നെ ദ ചൈൽഡ് ഓഫ് 3 റവല്യൂഷൻസ് ആണ്. അതായത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ, സയൻറ്റിഫിക് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയൊക്കെ ഒരു കുഞ്ഞാണ് സോഷ്യോളജി എന്ന് പറയും. കാരണം ഈ ഒരു റവല്യൂഷനും ആ റവല്യൂഷനിലൂടെ ഉണ്ടായ ഐഡിയോളജിക്കൽ ചേഞ്ചസും എല്ലാം കൊണ്ടാണ് സോഷ്യോളജി എന്നൊരു ആശയത്തിലേക്ക് നമ്മുടെ സോഷ്യൽ തിങ്കേഴ്സും ഫിലോസഫേഴ്സൊക്കെ എത്തിച്ചേരുന്നത്. സോ ഫാർ നമ്മുടെ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയാണ് യൂറോപ്പിൽ ഈ ഒരു സയൻറ്റിഫിക് റവല്യൂഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കവറീസും സയൻറ്റിഫിക് ഇൻവെൻഷൻസും വന്നത്. ഡിസ്കവറീസിൻ്റെ ഒക്കെ തുടക്കം തന്നെ എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിലാണ്. ഇതെല്ലാം തന്നെ സമൂഹത്തിൽ കുറേയധികം മാറ്റങ്ങൾക്ക് കാരണമായി. സോ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം ഈ ദുരാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ സമയമായിരുന്നു.
പക്ഷേ ഈ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റും സയൻറ്റിഫിക് ഇൻവെൻഷൻസൊക്കെ വന്നോട് കൂടിയിട്ട് എന്തായി, ആ ഒരു ദുരാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ എല്ലാം സയൻറ്റിഫിക് ഫാക്ട്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. സോ അപ്പോൾ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് വെച്ചിട്ട് ജനങ്ങളുടെ ഐഡിയാസിലും നോളേജിലും ഒരു റീകൺസ്ട്രക്ഷൻ നടത്താൻ പറ്റി. അതായത് മനുഷ്യൻ്റെ ചിന്താധാരയിൽ മാറ്റം വരുത്താൻ ഈ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് പറ്റി. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു പീരീഡിലാണ് ഏറ്റവും അധികം ഡിസ്കവറീസും ഇൻവെൻഷൻസൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ അതിലെടുത്ത് പറയേണ്ട ഡിസ്കവറീസാണ് നിക്കോളാസിൻ്റെയും ഗലീലിയോയുടെയൊക്കെ. സോ ഈ ഒരു സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ പീരീഡിലാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് എർത്താണ് സെൻറ്റർ എന്നാണ്. അതല്ല, ഈ ഒരു തിങ്കേഴ്സിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെർച്ചൻസോടുകൂടിയാണ് അത് മാറി സണ്ണാണ് നമ്മുടെ സെൻറ്റർ എന്ന് തിരിച്ചറിയാൻ തുടങ്ങി. അതായത് ജിയോ സെൻട്രിക് എന്നുള്ള തിയറിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹീലിയോ സെൻട്രിക് തിയറി വന്നു. അതായത് ഒരിക്കലും എർത്തല്ല നമ്മുടെ സെൻറ്റർ, പകരം സണ്ണാണ് നമ്മുടെ സെൻറ്റർ, സണ്ണിന് ചുറ്റും എർത്താണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ഒരു തിയറിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോൾ സയൻറ്റിഫിക് റെവല്യൂഷൻ വന്നതിലൂടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് കൂടി. അതായത് സൊസൈറ്റിയിൽ സയൻസിനുള്ള സ്റ്റാറ്റസ് കൂടി. അതായത് ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ സയൻസസ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്ക് സൊസൈറ്റിയിലൊരു പ്രിവിലേജ് കൂടി. അതായത് സമൂഹത്തിൽ ഒരു ഉന്നത പദവി കിട്ടിത്തുടങ്ങി ഈ ഒരു വിഷയങ്ങൾക്ക്. നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ തിങ്കേഴ്സ് ആയിട്ടുള്ള അഗസ്റ്റ് കോംറ്റെ, എമിൽ ഡർക്കെയിം, അതേപോലെ ഹെർബർട്ട് സ്പെൻസർ, ഇവരെല്ലാം തന്നെ നമ്മുടെ സോഷ്യോളജിയെ ഒരു സയൻസ് സബ്ജക്റ്റായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അതായത് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ അവർ കണ്ടിരുന്നത് ഒരു സയൻറ്റിഫിക് വേയിലൂടെയായിരുന്നു. അതുപോലെ സോഷ്യോളജിയെ അവരൊരു സയൻസ് സബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കോംറ്റെ സോഷ്യോളജിയെ സോഷ്യൽ ഫിസിക്സ് എന്ന് കോയിൻ ചെയ്തത് ഫസ്റ്റ്. പിന്നീടാണ് സോഷ്യോളജി എന്നൊരു ടേമിലേക്ക് വരികയും പിന്നീടുള്ള മാർക്സ് പോലത്തെ തിങ്കേഴ്സും അവരുടെ ഐഡിയാസും എല്ലാം കൂടെ വന്നപ്പോഴാണ് ഒരു സയൻസും വിട്ട് ഒരു സോഷ്യൽ സയൻസിലേക്ക് സോഷ്യോളജി മാറിത്തുടങ്ങിയത്. സ്റ്റിൽ ഇപ്പോഴും സോഷ്യോളജിയെ ഒരു സയൻസ് സബ്ജക്റ്റായി കൺസിഡർ ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ പോവുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നമുക്ക് സോഷ്യോളജി ഒരു സയൻസ് സബ്ജക്റ്റായിട്ട് പഠിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അന്നുള്ള നമ്മുടെ ഏൻഷ്യൻറ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ നമ്മുടെ പൈനിയേഴ്സ് സോഷ്യോളജിയെ ഒരു സയൻസ് സബ്ജക്റ്റായിട്ടാണ് കണ്ടത്. സയൻറ്റിഫിക് വേയിലൂടെയാണ് അവർ ഓരോ സൊസൈറ്റിയിലെ ഓരോ ഫിനോമിനയും അവർ അതിനുള്ള റീസൺസും സൊല്യൂഷൻസും കണ്ടിരുന്നത്. സോഷ്യോളജിയും ഒരു സയൻസ് സബ്ജക്റ്റാണെന്ന് ഈ ആദ്യകാല സോഷ്യോളജിസ്റ്റുകൾ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് അവർ സയൻറ്റിഫിക് വേയിലൂടെയാണ് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നത്. സയൻറ്റിഫിക് റെവല്യൂഷൻ വന്നതിലൂടെ സമൂഹത്തിലുണ്ടായൊരു മാറ്റമാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളത്. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് സയൻറ്റിഫിക് സ്പിരിറ്റ് ഇമ്പ്രൂവ് ആവുക. അതായത് ജനങ്ങളുടെ ഇടയിൽ സയൻറ്റിഫിക് സ്പിരിറ്റ് കൂട്ടിയെടുക്കുക. അതായത് ഒരു ശാസ്ത്രീയപരമായ ഒരു ബോധം വരുത്തുക. നമുക്കറിയാം അന്നത്തെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞു ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളോ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഈ സയൻറ്റിഫിക് നോളേജ് വെച്ച് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട്സ് വെച്ചിട്ട് ഈ ഒരു ഇവിൽ സ്പിരിറ്റിനൊക്കെ എഗെയിൻസ്റ്റായിട്ട് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സയൻസിനും ഫിലോസഫിക്കും ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിൽ വന്നു തുടങ്ങി. അതായത് മറ്റുള്ള ഈ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള
ഈവിൽ സ്പിരിറ്റ്, അതേപോലെ റിലീജിയസ് നോളജിൽ നിന്ന് വിട്ട് സയൻസിനെയും ഫിലോസഫിയെയും ജനങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഫിസിക്കൽ വേൾഡിനെ നാച്ചുറൽ ലോ വെച്ചിട്ട് കണക്ട് ചെയ്ത് പറയാൻ തുടങ്ങി. അതേപോലെ ഫിലോസഫേഴ്സ് ഫിസിക്കൽ വേൾഡിനെ ജനറൽ ലോ വെച്ചിട്ട് കണക്ട് ചെയ്ത് പറയാൻ തുടങ്ങി. അപ്പോൾ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ വന്ന 2 മാറ്റങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സമൂഹത്തിലൊരു സ്ഥാനം കിട്ടി, അതേപോലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സയൻറ്റിഫിക് ബോധം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കാൻ ഈ സയൻറ്റിഫിക് റെവല്യൂഷന് സാധിച്ചു. ഇങ്ങനെയുള്ള ഈ ഒരു സയൻസിന് ഇമ്പോർട്ടൻസ് കിട്ടിയതിലൂടെയാണ് നമ്മുടെ തിങ്കേഴ്സ് ആയിട്ടുള്ള ഗസ്റ്റ് കോംറ്റെ ആയാലും എമിൽ ഡർക്കെയിം ആയാലും സ്പെൻസറൊക്കെ സോഷ്യോളജിയെ ഒരു സയൻറ്റിഫിക് വേയിലൂടെ പ്രസൻറ്റ് ചെയ്തതും ഒരു സയൻസായിട്ട് ഡിക്ലെയർ ചെയ്തതും. സോ സയൻറ്റിഫിക് റെവല്യൂഷൻ നമ്മുടെ സോഷ്യോളജിയുടെ എമർജൻസിന് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായ 2 റെവല്യൂഷൻസിനെയാണ് നമ്മൾ ട്വിൻ റെവല്യൂഷൻസ് എന്ന് പറയുന്നത്, അതായത് ഇരട്ട വിപ്ലവങ്ങൾ. അത് ഏതൊക്കെയാണ്? ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും. ഫ്രഞ്ച് റെവല്യൂഷനിൽ നമ്മൾ പറയുന്നത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലെ ജനങ്ങളുടെ പൊളിറ്റിക്കലും സോഷ്യൽ, അതായത് രാഷ്ട്രീയവും സാമൂഹികപരവുമായിട്ടുള്ള ജീവിതത്തിൽ വന്ന മാറ്റത്തെയാണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ നമ്മൾ പറയുന്നത്. അത് ഫ്രഞ്ച് റെവല്യൂഷൻ കാരണം, ആ ഒരു വിപ്ലവം കാരണം അവിടുത്തെ ജനങ്ങളിൽ വന്ന പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസിനെയാണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലുള്ള വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വന്ന പുതിയ ചിന്താഗതി അല്ലെങ്കിൽ പുതിയ ജീവിത ശൈലി ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ പറയുന്നത്. അതായത് ഒരു അഗ്രേറിയൻ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ട്വിൻ റെവല്യൂഷനിലെ ഫസ്റ്റ് റെവല്യൂഷനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത് 1789 ഫ്രാൻസിൽ വെച്ചാണ്. അപ്പോൾ ഫ്രാൻസിൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവന്നത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരാൻ കാരണം എന്താണ്? ആ ഒരു സൊസൈറ്റിയുടെ വേഴ്സ് കണ്ടീഷനാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. അതായത് അവിടെ ഒരു ക്ലാസ് ഡിവിഷൻ ഉണ്ടായിരുന്നു, ക്ലർജി, നോബിൾസ്, ഇത് കോമൺ പീപ്പിൾ. ഈ ഫസ്റ്റ് 2 ക്ലാസ്സസ് ഈ ഒരു കോമൺ പീപ്പിളായിട്ടുള്ള തേർഡ് എസ്റ്റേറ്റ്, അതായത് മജോറിറ്റി പീപ്പിളിൻ്റെ മേൽ ഈ 2 ക്ലാസ്സസ് ഹൈ ടാക്സും അതേപോലെ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കുറേ, അതായത് സാധാരണ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കുറേ അധികം പോളിസീസും കാര്യങ്ങളും കൊണ്ടുവന്നു. ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്ടക്കുറവുണ്ടാക്കി. ആ ഒരു എതിർപ്പിൽ നിന്നാണ് ഈ ഒരു റെവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഞാൻ പറയണ ഈ ഓരോ ടേംസും നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ബുക്സിൽ നിന്ന് വായിച്ച് ആ ഒരു റെവല്യൂഷൻ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ഉപകാരപ്പെടും. അതേപോലെ മിഡീവൽ എൻലൈറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും മിഡീവൽ പീരീഡ് എന്ന് പറയും, അതൊരു ഡാർക്കസ്റ്റ് ഏജാണ്. ആ ഡാർക്ക് ഏജ് എന്താണെന്ന് നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്യും. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണെന്ന് നോക്കുക, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നോക്കുക, അതുപോലെ സയൻറ്റിഫിക് റെവല്യൂഷൻ നോക്കുക, എൻലൈറ്റ്മെൻറ്റ്, റിനൈസൻസ്, അതോടൊപ്പം തന്നെ ഡാർക്ക് ഏജ്, ഇങ്ങനെയുള്ള ടേംസ് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണെന്ന് നോക്കുക, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണെന്ന് നോക്കുക, എൻലൈറ്റ്മെൻറ്റ്, റിനൈസൻസ്, അതുപോലെ സയൻറ്റിഫിക് റെവല്യൂഷൻ. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് ഏത് വർഷം, അതേപോലെ ഏത് വർഷത്തിനേക്കാൾ ഏത് കാലഘട്ടത്തിലാണ് ആ ടൈമിലുണ്ടായിരുന്ന
തിങ്കേഴ്സ് അവർ ഈ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻസ്, അവരുടെ കോൺട്രിബ്യൂഷൻസൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നമ്മൾ പറഞ്ഞു ഈ ഹൈ ടാക്സസും അൺപോപ്പുലർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പോളിസീസും ഒക്കെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇഷ്ടക്കുറവ് ഉണ്ടാക്കാനും റെവല്യൂഷന് കാരണമായത്. അതേപോലെ തന്നെ ഇത് എന്തിലേക്ക് നയിച്ചു? ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്തു. അതായത് ജനങ്ങൾ സൊസൈറ്റിയിൽ ഈ ഒരു എതിരെ, അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എതിരെയായി തുടങ്ങി. അതായത് അവിടെ റൂളിംഗ് ക്ലാസ് ഉണ്ട്, അവർക്കെതിരെ ആയി തുടങ്ങി ആ ഒരു സിസ്റ്റം. അതായത് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷനിലോട് കൂടി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ ഡൈനാസ്റ്റി ആയിരുന്നു. ആ ഒരു ബൂർബൺ ഡൈനാസ്റ്റീനെ ഇവർക്ക് എന്തോ ചെയ്യാൻ പറ്റി? ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റി. അതായത് അവരെ അവിടെ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ പറ്റി. അതോടുകൂടി ജനങ്ങൾക്ക് ആധിപത്യം വന്നു. ജനങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുന്നത്. ഈ ഒരു സമയത്താണ് ഈ ഫ്രഞ്ച് റെവല്യൂഷനിൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്ലോഗൻ വരുന്നത്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സ്ലോഗനാണ്. നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കുക. കുറേ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്, ജനറൽ ഇലക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞില്ലേ, ക്ലർജി, നൊബിൾസ്, കോമൺ പീപ്പിൾ എന്നുള്ള ആ ഒരു എസ്റ്റേറ്റ് സിസ്റ്റം എടുത്തു മാറ്റി. ഈ ഒരു ടൈമിലാണ് നമ്മുടെ സോഷ്യൽ തിങ്കേഴ്സ് ആയിട്ടുള്ള എമിൽ ഡർക്കീമും അഗസ്റ്റ് കോംതെയൊക്കെ അവരെ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് എത്തുന്നത്. കാരണം ഈ ഒരു തിയറിയിലേക്ക് അവരെത്താൻ കാരണം ഈ ഒരു ഫ്രാൻസിലെ സാമൂഹിക വ്യവസ്ഥകളായിരുന്നു. അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സോഷ്യൽ ഓർഡറിനെ കുറിച്ച് ചിന്തിക്കാനും ആ ഒരു തിയറിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സാമൂഹികപരമായിട്ടുള്ള ഈ ഒരു കണ്ടീഷൻസ് ഫ്രാൻസിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ തിങ്കേഴ്സ് ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ ഓർഡറിനെ കുറിച്ചും സോഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ചും ഫിനോമിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. അതിൽ നിന്നാണ് സോഷ്യോളജി എന്നൊരു സബ്ജക്റ്റ് ഒരു ഉൾത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനും നമ്മുടെ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ എമർജൻസിന് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതായത് ഫ്യൂഡൽ ലോഡ്സും പെസൻസും നൈറ്റ്സും അങ്ങനെ ഒരു സിസ്റ്റമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ബ്രിട്ടനിൽ. പെട്ടെന്ന് ഒരു റാപ്പിഡായിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ വന്നത്. അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്ന് ഒരു വർക്കിംഗ് ക്ലാസ് സൊസൈറ്റി അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അതായത് ഈ ഒരു അഗ്രികൾച്ചർ വർക്കേഴ്സ് ഭൂരിപക്ഷവും എന്തിലേക്ക് മാറി? ഫാക്ടറി വർക്കിലേക്ക് മാറി. അപ്പോൾ ഇതുകൊണ്ടുണ്ടായ അവിടെ വന്ന വേറെ രണ്ട് പ്രതിഭാസങ്ങളാണ് മൈഗ്രേഷനും അർബനിസും. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറൽ, അതായത് റൂറൽ ഏരിയാസിലായിരിക്കും നമുക്കറിയാം അഗ്രികൾച്ചറൽ വർക്ക്സും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഈ ഫാക്ടറി വർക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ആ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അഗ്രികൾച്ചറൽ ലാൻഡ്, അതായത് വില്ലേജ് ഏരിയയിൽ നിന്ന്, അതായത് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക്, അതായത് ഈ ഒരു ഫാക്ടറിയും അതുമായി ചുറ്റപ്പെട്ടിട്ടുള്ള ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൈഗ്രേഷൻ അവിടെ ഹാപ്പൻ. അപ്പോൾ ആ ഒരു ഫിനോമിന വന്നു. അതോടൊപ്പം തന്നെ ഈ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ അവിടെ ഒരു അർബനിസം ഫോം ചെയ്തു. കാരണം എല്ലാ ക്ലാസ് ഓഫ് പീപ്പിളും ഒരേ സ്ഥലത്ത് ഒത്തുകൂടി വന്നപ്പോൾ അവിടെ ഒരു അർബനിസം ഫോം ചെയ്തു. അതേപോലെ ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത് വർക്കിംഗ് ക്ലാസ് പീപ്പിളിനോടുള്ള ആ എക്സ്പ്ലോയിറ്റേഷൻ, ആ ഒരു തൊഴിലാളി വർഗത്തോടുള്ള എക്സ്പ്ലോയിറ്റേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ പോലെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് മാറുകയും അവിടെയുള്ള ജനങ്ങൾക്ക്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനോടുള്ള, അതായത് വർക്കിംഗ് ക്ലാസ് പീപ്പിളിനുള്ള എക്സ്പ്ലോയിറ്റേഷനും സപ്രഷനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ പോലെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എമേർജ് ചെയ്തത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന നമ്മുടെ 19-ാം നൂറ്റാണ്ട് ആ ഒരു സമയത്ത്, ഈ ഒരു സമയത്താണ് നമ്മുടെ സോഷ്യോളജിയുടെ എമർജൻസ് എന്ന് പറയുന്നത് അഗസ്റ്റ് കോംതെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ
ഫ്രഞ്ച് റെവല്യൂഷനിൽ തമാശയിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ഫ്രാൻസ് തുമ്മിയ യൂറോപ്പിനെ അഫക്റ്റ് ചെയ്യും. അത്രയും കണക്റ്റഡ്. അതായത് ഫ്രാൻസിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് വോൾ യൂറോപ്യൻ കൺട്രീസിനെ മൊത്തം എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നടന്ന ഫ്രഞ്ച് റെവല്യൂഷൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കാണാൻ പറ്റുന്നത്. സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായ അടുത്തൊരു ടോപ്പിക്കാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 17th 18th സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ഉദിച്ചു വന്ന ഒരു സംഭവമാണ് ഈ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് യൂറോപ്യൻ സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് സംഭവിച്ചു. അതിനെയാണ് നമ്മൾ ഈ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ജ്ഞാനോദയം, അതായത് സയൻറ്റിഫിക് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഇൻഇക്വാലിറ്റീസ് വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അതായത് എല്ലാ മതം പറയണത് അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ പറയുന്ന ആ കാര്യങ്ങളിൽ നിന്ന് വിട്ട്, അതായത് സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ട്, അപ്പോൾ അതനുസരിച്ചാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത്. അതിലവരെ കഷ്ടതകളും യാതനകളും അവരനുഭവിക്കേണ്ടതാണെന്ന് കരുതിയാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നു. എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഇതിനെതിരെ പ്രവർത്തിച്ചുകൂടാ, അങ്ങനെയുള്ള ചിന്താധാരകൾ വന്ന ഒരു സമയമാണ് ഈ എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് പുതിയൊരു ചിന്താഗതി, അതാണ് ഒരു ജ്ഞാനോദയം വന്നതിനെയാണ് നമ്മൾ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരിക്കലും സൊസൈറ്റി ഈ എൻലൈറ്റ്മെൻറ്റ് എന്നൊരു പ്രസ്ഥാനം വന്നതിലൂടെ സമൂഹത്തിൽ ശാസ്ത്രീയപരമായും യുക്തിപരമായും ചിന്തിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ചിന്താധാരയിലും അതേപോലെ മനുഷ്യന് സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിലും വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതായത് അവരും ഒരു റാഷണലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ജനങ്ങൾ. ഇതിനൊക്കെ കാരണമായത് ജോൺ ലോക്ക്, ഇമ്മാനുവൽ കാണ്ട്, വോൾട്ടയർ, റൂസോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ തിങ്കേഴ്സിൻ്റെ റൈറ്റിങ്സിലൂടെയും അവരുടെ ഐഡിയാസിലൂടെയാണ് ഈ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായ മറ്റൊരു സംഭവമാണ് റിനൈസൻസ്. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രഞ്ച് വേർഡാണ്. അത് മീൻ ചെയ്യുന്നത് റീബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർജനിക്കുക. അതായത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി പിന്നെ അത് ഇല്ലാതെയായി വീണ്ടും അത് വരുന്നതിനാണ് നമ്മൾ പുനർജന്മം എന്ന് പറയുക. അപ്പോൾ ഏൻഷ്യൻ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന ഐഡിയാസും നോളേജും വീണ്ടും റീബർത്ത് ആയതിനെ കൊണ്ടാണ് ഇതിന് റിനൈസൻസ് എന്ന് പറയുന്നത്. അത് വീണ്ടും അതേ ഐഡിയാസ് സൊസൈറ്റിയിൽ വന്നപ്പോഴാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു 14th to 17th സെഞ്ച്വറിനെയാണ് നമ്മൾ 14th to 17th സെഞ്ച്വറിയാണ് നമ്മൾ റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റിനൈസൻസ് പറഞ്ഞേക്ക് മുന്നുള്ളത് നമ്മുടെ മിഡീവൽ പീരീഡാണ്. ഈ മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ദ ഡാർക്കസ്റ്റ് പീരീഡ്, അതായത് ഡാർക്ക് ഏജ്. അതായത് ആ ഒരു സമയത്താണ് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവിധ ഈ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് മനുഷ്യന് യുക്തിപരമായി ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു സമയം ആണ് നമ്മുടെ ഈ ഒരു മിഡിൽ ഏജ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അതിനു മുൻപ് ഏൻഷ്യൻ്റ് പീരീഡിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ തിങ്കേഴ്സും ഫിലോസഫേഴ്സും ഒക്കെ ഉണ്ട്. അതായത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് പോലത്തെ നല്ല തിങ്കേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ഐഡിയാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം മിഡീവൽ പീരീഡിൽ ഇതെല്ലാം ഇല്ലാതെയായിട്ട് വീണ്ടും ഇതിനൊക്കെ ഉദിച്ചു വരുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ ഈ റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിനൈസൻസ് പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡീവൽ ഏജ്, അതായത് ഈ മിഡീവൽ ഏജിൽ നിന്ന് മോഡേൺ വേൾഡിലേക്കുള്ള ഒരു ട്രാൻസിഷനായിരുന്നു ഈ റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഏൻഷ്യൻ്റ് പീരീഡിൽ നിന്ന് പിന്നെ മിഡീവൽ ഏജ് ആയപ്പോൾ എല്ലാ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തിങ്കിങ്ങും നിന്നു. അത് റിലീജിയസ് മൈൻഡായി എല്ലാവരുടെ ഉള്ളിൽ. അതിനുശേഷം വീണ്ടും ഈ റിനൈസൻസ് വന്നു. റിനൈസൻസിന് ശേഷം അപ്പോൾ ആ ഒരു
ട്രാൻസിഷനാണ് ഈ ഒരു റിനൈസൻസ് പീരീഡ്. ഈ ഒരു ഡാർക്ക് ഏജിൽ നിന്ന് പിന്നെ മോഡേൺ വേൾഡിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നമ്മൾ ഈ പറയുന്ന റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിനൈസൻസ് പീരീഡിൽ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഐഡിയാസാണ് റാഷണലിസവും ഹ്യൂമാനിസവും. അത് റാഷണലിസം എന്ന് പറഞ്ഞാൽ യുക്തിപരമായി ചിന്തിക്കുക, അതേപോലെ ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മാനുഷികപരമായി ചിന്തിക്കാനുള്ള കാപ്പബിലിറ്റി. അപ്പോൾ ഈ 2 ഐഡിയോളജിയാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത് വന്നിട്ടുള്ളത്. അതേപോലെ ഈ റിനൈസൻസ് വന്നോടുകൂടിയിട്ട് റിലീജിയനെ റാഷണലിസം വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റി. അതായത് ആ മതത്തിനോടുള്ള ആ ഒരു ഭ്രമം ഉണ്ടല്ലോ ജനങ്ങളുടെ, അതിനെ ഈ ഒരു യുക്തിപരമായ ചിന്താഗതി വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റി. കാരണം യുക്തിപരമായിട്ടുള്ള നമ്മുടെ അറിവ് വെച്ചിട്ട് നമുക്ക് ആ മതഭ്രാന്തിനെ നമുക്ക് മാറ്റാൻ പറ്റി. മീൻസ് ആ ഒരു സമയത്ത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരു തമ്മിത്തല്ലി നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും വർഗീയത കൂടുതലുള്ള ഒരു സമയമായിരുന്നു. നമുക്ക് നോക്കിയാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ മോസ്റ്റ് ഓഫ് ദി കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു മിഡീവൽ ഇയർ ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ സയൻറ്റിഫിക് നോളേജിന് ഇമ്പോർട്ടൻസ് കിട്ടിത്തുടങ്ങി. അതായത് പുതിയ പുതിയ ഡിസ്കവറീസ് നമുക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു മിഡീവൽ ഏജ് ആ ഒരു ടൈമിലായിരിക്കും പുതിയ ഇൻവെൻഷൻസും അതുപോലെ തന്നെ ഈ ഡിസ്കവറീസൊക്കെ നടന്നിട്ടുണ്ടാവും. അതേപോലെ സയൻറ്റിഫിക് നോളേജ് ഒന്ന് ഉയർന്നു നിൽക്കുന്ന സമയമായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്താണ്, ഈ റിനൈസൻസ് പീരീഡിലാണ് ഫിലോസഫിയുടെ ബർത്ത്. അതായത് ഫിലോസഫി എമേർജ് ചെയ്തു വരുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റിൻ്റെയും മേലെ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിലോസഫി. ആദ്യം ഉണ്ടായൊരു സബ്ജക്റ്റാണ് ഫിലോസഫി. ഫിലോസഫിയിൽ നിന്നാണ് ബാക്കിയുള്ള നമ്മുടെ എല്ലാ സോഷ്യൽ സയൻസ് സബ്ജക്ട്സും പിന്നീട് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ എമേർജൻസ് ഓഫ് ഫിലോസഫിയും പിന്നീടുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റും എന്തിന് കാരണമായി? നമ്മുടെ സോഷ്യോളജിയുടെ എമേർജൻസിന് കാരണമായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെയാണ് എടുത്തു നിർത്തുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ നമ്മൾ എടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? എൻലൈറ്റ്മെൻറ്റ്, റിനൈസൻസ്, സയൻറ്റിഫിക് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി വായിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ഈ ഒരു സംഭവങ്ങളെക്കുറിച്ച് ഒരു നോട്ട് ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ ഞാൻ പറയുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ എന്തെങ്കിലും നിങ്ങളോടിപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതി ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിലിടുക. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഞാൻ അതിനുള്ള കറക്ഷൻസ് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് ചെയ്യണോ എഴുതണോ നിങ്ങൾക്ക് എഴുതാം. എഴുതിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ടെലിഗ്രാമിൽ അയച്ചാൽ മതി. ഞാനത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. സോ ഇന്ന് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കുറച്ച് എടുക്കണുള്ളൂ. ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 ആഴ്ച ഞാൻ നിങ്ങൾക്ക് NCERT വായിക്കാനുള്ള സമയമായിട്ട് തരികയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് നന്നായി ഫോക്കസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക, അതിൽ ഡൗട്ട്സ് ചോദിക്കുക, എപ്പോഴും ആക്റ്റീവായി ഇരിക്കാൻ നോക്കുക. ഗ്രൂപ്പിൽ മീൻസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എപ്പോഴും നിങ്ങൾ ആക്റ്റീവായിരിക്കുക. എന്തുണ്ടെങ്കിലും ചോദിക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ ഒരാളുടെ ഡൗട്ട് മറ്റു ആൾക്കാർക്കും കൂടെ അത് ചിന്തിക്കാനുള്ള ഒരു, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്കും അത് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരുമ്പോൾ അവർക്കും കൂടെ അത് യൂസ്ഫുൾ ആവണം. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസർ റൈറ്റിങ്ങൾ നിങ്ങളിടുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും. അതായത് ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഒരാൾ എഴുതിയത് മറ്റാൾക്ക് ആ ഒരു സ്ട്രക്ചർ വായിക്കുമ്പോൾ ഇങ്ങനെയും എഴുതാം, ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറും പാറ്റേണും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എഴുതുന്ന പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വേറൊരാൾ എഴുതുന്ന ഒരു സ്ട്രക്ചർ അടിപൊളിയായിരിക്കും, പക്ഷേ മറ്റൊരാളുടെ കണ്ടൻറ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് എല്ലാത്തിൽ നിന്നും എടുത്ത് നമുക്കൊരു
നല്ലൊരു ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അതുപോലെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ക്ലാസ്സസ് കേൾക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.